സ്ഥാനമാനങ്ങളൊന്നും ആഗ്രഹിക്കാത്ത, സാമ്പത്തിക നേട്ടങ്ങളൊന്നും ആഗ്രഹിക്കാത്ത ഒരു യുവ നേതാവിന്റെ ശബ്ദരേഖയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. പാർട്ടിയിൽ തുടരണമെങ്കിൽ സാമ്പത്തികമായോ പദവികൾ മുഖേനയോ കൃത്യമായ പരിഗണന വേണമെന്ന് ആവശ്യപ്പെടുന്ന 2020യുടെ തോറ്റ സ്ഥാനാർത്ഥി അഖിൽ മാരാരുടെ ശബ്ദരേഖയാണ് പുറത്തു വന്നത്. ബോർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ സ്ഥാനങ്ങൾക്ക് വേണ്ടി അഖിൽ മാരാർ എന്ന ആദർശധീരൻ നടത്തുന്ന ഒരു വിലപേശൽ ഓഡിയോ ആണ് 2020 പാർട്ടി പുറത്തുവിട്ടത്. രാഷ്ട്രീയത്തിൽ നിൽക്കണമെങ്കിൽ തനിക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കണമെന്നും അത് ബോർഡ് സ്ഥാനങ്ങൾ വഴി വേണമെന്നും മാരാർ ആവശ്യപ്പെടുന്നുണ്ട്. 2020യും അഖിൽ മാരാരും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ മുറുകുന്നതിന്റെ ഇടയിലാണ് ഈ നിർണായക ശബ്ദരേഖ പുറത്തു വന്നത്. സാമ്പത്തികമായ അക്കോമഡേഷൻ അനിവാര്യമാണെന്ന് മാരാർ ഓഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്. കോൺഗ്രസ് അല്ലെങ്കിൽ BJP പോലുള്ള ദേശീയ പാർട്ടികളിൽ നിൽക്കുമ്പോൾ ലഭിക്കുന്ന ഒരു വിലയോ അല്ലെങ്കിൽ ബഹുമാനമോ ഇവിടെ ലഭിക്കുന്നില്ലെന്നും അതല്ലെങ്കിൽ പദവികൾ ചോദിച്ചു വാങ്ങണമെന്നും മാരാർ ആവശ്യപ്പെടും. ഇതിൽ ലാഭത്തേക്കാൾ കൂടുതൽ നഷ്ടങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും ആ ഓഡിയോയിൽ പറയുന്നുണ്ട്. BJPയുടെ സെൻട്രൽ ബോർഡുകളിലെങ്കിലും സ്ഥാനം ലഭിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്ന കാര്യവും ഈ സംഭാഷണത്തിൽ മാരാർ പരാമർശിക്കുന്നുണ്ട്. കൊട്ടാരക്കര സീറ്റ് എന്ന ലക്ഷ്യത്തോടെയാണ് താൻ 2020യിലേക്ക് വന്നതെന്ന് അഖിൽ മാരാർ ഓഡിയോയിൽ തുറന്ന് സമ്മതിക്കുന്നുമുണ്ട്. താൻ നേരിട്ടത് ചതിയാണെന്നും സാബു ജേക്കബ് തന്നോട് നീതി കാണിച്ചില്ലെന്നും ആരോപിച്ചാണ് അഖിൽ മാരാർ 2020 വിട്ടത്. കൊട്ടാരക്കര ഇല്ലെങ്കിൽ തനിക്ക് തൃപ്പൂണിത്തുറ സീറ്റ് നൽകാൻ BJP തയ്യാറായിരുന്നുവെങ്കിലും അവിടെയും തന്നെ പരിഗണിക്കാതെ തൃക്കാക്കരയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായതെന്നും അത് 2020 നേതാവ് സാബുവിന്റെ രാഷ്ട്രീയമായ ഒരു വഞ്ചനയാണെന്നും അദ്ദേഹം മുൻപ് ആരോപിച്ചിരുന്നു. താൻ നിരവധി തവണ അയച്ച സന്ദേശങ്ങൾക്ക് സാബു മറുപടി നൽകിയില്ലെന്ന പരാതിയും മാരാർ ഉയർത്തിയിരുന്നു. അഖിൽ മാരാർ ആവശ്യപ്പെടുന്ന ഇത്തരം വിലപേശലുകൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ വഴങ്ങാൻ കഴിയില്ലെന്നാണ് 2020യുടെ നിലപാട്. കൂടുതൽ കാലം പാർട്ടിക്കൊപ്പം പ്രവർത്തിച്ചവർ അർഹരായിരിക്കെ മാരാരുടെ ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് പാർട്ടി വക്താക്കളും പറഞ്ഞു. അഖിൽ മാരാർ മുന്നോട്ട് വെക്കുന്ന വിലപേശൽ രാഷ്ട്രീയത്തോട് സന്ധി ചെയ്യാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കാനാണ് 2020 ഈ തെളിവുകൾ പുറത്തുവിട്ടത്. അഖിൽ മാരാർ നിലപാടില്ലാത്തവനാണെന്ന് പലതവണ അയാൾ തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. ഒരു ആദർശവുമില്ലാത്ത സ്വന്തം കാര്യങ്ങൾ മാത്രം വലുതായി കാണുന്ന ഒരാളാണ് മാരാർ. സാബു ജേക്കബുമായി നടത്തിയ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടപ്പോൾ സാബു ജേക്കബ് ആരാണെന്ന് അഖിൽ മാരാർ തിരിച്ചറിഞ്ഞിരുന്നില്ല. സിനിമാ സ്റ്റൈലിൽ പറഞ്ഞാൽ അഖിൽ മാരാർ പഠിച്ച സ്കൂളിലെ ഹെഡ്മാഷായിട്ട് വരും സാബു ജേക്കബ്. ഈ വക അഭ്യാസമൊക്കെ നന്നായി പയറ്റി തന്നെയാണ് അങ്ങേരെ 2020 പാർട്ടിയുമായി നടക്കുന്നത്. ആ പാർട്ടി ഉണ്ടാക്കിയത് തന്നെ സാബുവിന്റെ സവിശേഷ ബുദ്ധിയിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമാണ്. ബിഗ് ബോസ് വിജയി ആയതിന്റെ താരപ്പൊലിമയും ഉദ്ഘാടനങ്ങളുമൊക്കെ കുറഞ്ഞപ്പോൾ വരുമാനത്തിൽ കുറവുണ്ടാകുന്നു. അത് നികത്തി മുന്നേറാനുള്ള ഒരു വഴിയായി അഖിൽ മാരാർ കണ്ടത് രാഷ്ട്രീയത്തെയാണ്. രാഷ്ട്രീയത്തിലൂടെ പണം ഉണ്ടാക്കുന്ന നേതാക്കന്മാരുണ്ട്. എന്നാൽ പണം ഉണ്ടാക്കാൻ മാത്രമായി രാഷ്ട്രീയത്തിൽ വന്നാൽ ഇതുപോലുള്ള തിരിച്ചടികളും കിട്ടും. എന്തായാലും അടുത്ത് തന്നെ കാവി ഉടുത്ത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന ഒരു പുതിയ മാരാരെയും നമുക്ക് കാണാൻ കഴിയും.